ശുക്രാചാര്യരും ഋതസഞ്ജീവനിയും. ഇത് മത്സ്യപുരാണത്തിൽ രോമഹർഷൻ സന്യാസിമാരോട് പറയുന്നതായിട്ടാണ് ഉള്ളത്. എല്ലാ പുരാണ കഥകളും വെറുതെ ചുമ്മാ കുറച്ച് കഥകൾ പറഞ്ഞ് വിടുകയല്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ ചില ആശയങ്ങൾ വ്യക്തമാക്കി തരുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇതിലെന്താണ് ഉള്ളത് എന്ന് നോക്കാം. ചില കഥകളിൽ പൂർണ്ണമായി സയൻസാണ്, ചിലതിൽ ചരിത്രമാണ്. അതിന്റെ പിന്നിലെല്ലാം പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. അല്ലാതെ വെറുതെ ഒരു ഇന്നത്തെ മാതിരി ഒരു കഥ എഴുതിവിടലല്ല പുരാണ കഥകളിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലാണ്. അപ്പൊ ഈ ദേവന്മാർ അസുരന്മാർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ മനസ്സിലാക്കുവാൻ പറ്റുള്ളൂ. കാരണം ദേവന്മാർ അസുരന്മാർ എന്ന് പറയുന്നത് സയൻസ് പദങ്ങൾ കൂടിയാണ്. അത് മനസ്സിലാക്കിയാൽ ഇതിന്റെ പ്രാധാന്യം നമുക്ക് അന്നേരെ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ഈ കഥയിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മാത്രമേ ഇതിനെ എടുത്താൽ മതി. കാരണം ദേവന്മാരെന്ന് പറയുന്നത് നല്ല സ്വഭാവമുള്ള ആൾക്കാർ, അസുരന്മാരെന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാർ. അപ്പൊ ജീവിതത്തിന്റെ ആശയത്തിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ ഇതിൽ എപ്പോഴും അസുരന്മാർ തോറ്റുകൊണ്ടിരിക്കുന്നു. കാരണം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ധർമ്മേ ജയിക്കുള്ളൂ. അപ്പൊ അസുരന്മാർ എന്തായാലും എപ്പോഴും തോന്നും. അപ്പം അവരുടെ ഗുരുവാണ് ആര്? ശുക്രാചാര്യർ. അപ്പൊ ശുക്രാചാര്യർ പറയുന്നത് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ പോയിട്ടൊരു തപസ്, നിങ്ങൾ അനശ്വരന്മാരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തപസ്സിരിക്കാൻ പോവുകയാണ്. അതിലിടയ്ക്ക് നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ പിതാവിന്റെ, അതായത് ഭൃഗുവിന്റെ ആശ്രമത്തിൽ പോയി താമസിച്ചോളം, സന്യാസിമാരെ പോലെ. അവിടെയാണ് സേഫ് എന്ന് പറയാം. ഭൃഗു എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. അതായത് പ്രപഞ്ചം ഉണ്ടായ സമയത്തുള്ള ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില സത്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അന്നു മുതലുള്ള തത്വങ്ങളാണ്, സ്വഭാവങ്ങളാണ് ഇത് എന്നാണ് പറഞ്ഞു വെക്കാൻ പോകുന്നത്. ഇപ്പൊ ഭൃഗുവിന്റെ ആശ്രമത്തിൽ പോയി താമസിച്ചോളം എന്ന് പറയുന്നു. എന്നിട്ട് ശുക്രാചാര്യ എന്ത് ചെയ്യുന്നു? തപസ്സിന് പോകുന്നു. ശിവനെ തപസ് ചെയ്യുന്നു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു അസുരന്മാരെ എന്നാക്കണം, അമരന്മാരാക്കണം. അപ്പൊ ശിവൻ പറയുന്നു ഓ ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, 1000 വർഷം തപസ് ചെയ്യണം, പുകയിൽ തപസ് ചെയ്യണം, എന്നാലേ കാര്യം നടക്കുന്നു. ഓ ശരി എന്ന് പറഞ്ഞ് ശുക്രാചാര്യര് പുകയിൽ തപസ്സിരിക്കുവാൻ പോകുന്നത്. എന്താണ് ഈ പുകയിൽ തപസ്സിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അസുരന്മാരായാലും മനുഷ്യന്മാരായാലും മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചിട്ട് പുകയിൽ തന്നെയാണ് യവന്മാരുടെ വാസം. പക്ഷെ ദേവന്മാര് പുകയിലല്ല, അസുരന്മാർ പുകയിലെന്ന. പുകയെന്ന് പറഞ്ഞാൽ ഇരുണ്ട അന്തരീക്ഷമാണ്, ഇരുണ്ടതാണ്. ഒരു അസുരൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദുഷ്ടന്മാർ മരിച്ചാൽ എന്താണ്? എല്ലാരും പറയും അവൻ പോയി കിട്ടിയെന്ന നല്ലത്. പിന്നെ ആരും അവനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നില്ല. അവൻ ഇരുളടങ്ങുന്ന ലോകത്താണ് ഉള്ളത്. എന്നാൽ ദേവന്മാരങ്ങനെയല്ല. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം എന്താവും? എത്രയോ കാലം ജനങ്ങളുടെ മനസ്സിൽ അവർ നിലനിൽക്കും. അതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. അസുരന്മാർ പുകയിൽ പുകഞ്ഞങ്ങ് പോകും. പിന്നെ ആ പുകയിൽ കുറെ കാലം കഴിയും. പിന്നെ 1000 വർഷം കഴിയുമ്പോൾ എന്താവും? പിന്നെയും പുനർജനിക്കും. അപ്പം ദേവന്മാർ പുനർജനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ അത്ര വേഗമൊന്നും പുനർജനിക്കുന്നില്ല. കാരണം ഗാന്ധിജിയൊന്നും പിന്നെയൊന്നും പുനർജനിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കള്ളന്മാർ പിടിച്ചു കൊടുക്കാൻ എന്തുണ്ട്? അസുരന്മാർ ഇഷ്ടംമാരി ജനിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ പുകയിൽ തപസ് ചെയ്താലേ എന്താവും? അമരത്വം കിട്ടും. അപ്പൊ ശുക്രാചാര്യ പുകയിൽ തപസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കണ്ടമാർക്ക് ദേവന്മാർക്ക് ഭയങ്കര ഹാകളകി. കാരണം ഇയാളെ തപസ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർ എന്താണ്? അമരന്മാരാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അപ്പൊ ശുക്രാചാര്യർ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സന്യാസിമാരെ പോലെ തപസ് ചെയ്ത് ഇരുന്നോളന്നാ പറഞ്ഞിരിക്കുന്നത് അസുരന്മാരോട്. കാരണം സന്യാസിനെ ആക്രമിക്കാൻ പാടില്ലല്ലോ, നിയമം തെറ്റല്ലേ. അപ്പോൾ ഇന്ദ്രൻ എന്ത് തീരുമാനിക്കുന്നു? ഇത് തന്നെ അവസരം ഇവന്മാരെ അസുരന്മാരെ മുഴുവൻ അങ്ങ് പൊട്ടങ്ങ് തീർത്തേക്കാണ്. എന്നിട്ട് അസുരന്മാരെ കൊല്ലാൻ തുടങ്ങുന്നു. അപ്പൊ അസുരന്മാർ പറയുന്നത് ഇത് പാപാണെന്ത്? കാരണം നമ്മൾ സന്യാസിമാരായിട്ട് ഇരിക്കുകയാണ്, ആയുധമൊന്നുമല്ല, ആയുധമെല്ലാം കളഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്, പാപമാണ്. അതൊന്നും കേൾക്കാതെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം അസുരന്മാർ എന്ത് ചെയ്തു? ശുക്രാചാര്യരുടെ മാതാവിന്റെ അടുത്ത് പോയി അഭയം പ്രാപിച്ചു. മാതാവ് അവരുടെ ദിവ്യ ശക്തിയാൽ എന്ത് ചെയ്തു? ഇന്ദ്രനെ അലക്കാൻ പറ്റാതാക്കി. അപ്പൊ ഇതെന്താണ് അർത്ഥം? ഇന്ദ്രൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദേവനാണ്. അപ്പൊ ദേവന്മാർ നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് കാര്യങ്ങൾ നടപ്പാക്കാൻ നോക്കുന്നത്. അതിന് ഇടങ്കോലിടുന്നവരാണ് അസുരന്മാർ. അപ്പോൾ അസുരന്മാരെ മുഴുവൻ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുരന്മാർ ഇല്ലാതാകും, ഇല്ലേ? പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്.
ലോകത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. എല്ലാം ദ്വയമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ദേവനും അസുരനും, സത്യവും അസത്യവും. അതുകൊണ്ട് ഇത് ഒരിക്കലും എന്താവില്ല, ഇല്ലാതാവില്ല. അവന് എണ്ണം കൂടിയോ കുറയോ ചെയ്യും. ഏതാണ് എണ്ണം കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അസുരന്മാർ ഇല്ലാതാക്കാൻ പറ്റില്ല. അതാരാണ്? അപ്പൊ ശുക്രാചാര്യന്റെ മാതാവ് എന്ന് പറയുന്നത് ഭൃഗുവിന്റെ ഭാര്യ. അതായത് പ്രപഞ്ച സൃഷ്ടി സമയത്തുള്ള ദ്വയമാണ്. ആര്? ഭൃഗുവും ഭാര്യയും. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായ ചില സത്യങ്ങളാണ്. അതെല്ലാം സയൻസിലൂടെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ മാതാവ് അപ്പൊ ഇല്ലാതാക്കി. അപ്പൊ ശുക്രൻ എന്ന് പറയുന്നത് ഗ്രഹമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാതാവും പിതാവുകാരാണ് സൂര്യനും ചന്ദ്രനുമാണ്. അപ്പൊ സൂര്യന്റെ ചന്ദ്രന്റെ കൺട്രോളിലാണ് ഇതെല്ലാം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റില്ല, അസുരന്മാരെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. എത്ര ഇല്ലാതാക്കിയാലും അവർ പിന്നെയും ഉണ്ടാകും. കാരണം ദ്വയമാണ്. ദേവനുണ്ടെങ്കിൽ എന്തുണ്ട്, അസുരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്ത്, മാതാവെ അവരെ ഇന്ദ്രനെ ഒന്നും ചെയ്യാൻ പറ്റാതെയാക്കി. അതായത് ഇന്ദ്രൻ പകച്ചു വെക്കുകയാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എത്ര കാലമായി പാടുപെടുന്നത് പറ്റുന്നുണ്ട്? ഇല്ല, നിസ്സാരായി പിന്നെ നോക്കിക്കാനേ പറ്റുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ആർക്കുള്ളത്, ഇന്ദ്രനും ഉള്ളത്. അപ്പോൾ വിഷ്ണു കയറി വന്നു. വിഷ്ണു എന്ത് നോക്കുന്ന കാര്യമാണ്, ഇന്ദ്രന്റെ മുകളിലുള്ള കക്ഷിയാണ് വിഷ്ണു. അല്ലെങ്കിൽ ഇന്ദ്രന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേദങ്ങളിലുള്ളത്. അപ്പോൾ വിഷ്ണുവിന് ഇത് തന്നെയാണ് പണി, ഈ അസുരന്മാരെ ഇല്ലാതാക്കണം. അപ്പൊ വിഷ്ണു പറയുന്നത് എന്ത്, പക്ഷെ കാലം അതിന് സമ്മതിക്കുന്നില്ല, ഇല്ലാതാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ വിഷ്ണു പറയുന്നു, നീ നേരെ എന്നിൽ കയറിക്കോ. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്ത് ചാടി വിഷ്ണുവിന്റെ ശരീരത്തിൽ കയറി. അപ്പോൾ ഈ സ്ത്രീ ഈ വിഷ്ണുവിന്റെ നേരെയും ശകാരിച്ചു കൊണ്ടെത്തി. ആര്? ശുക്രാചാര്യരുടെ മാതാവ്. അപ്പൊ അകത്തു നിന്നുകൊണ്ട് ഇന്ദ്രൻ പറയുകയാണ്, ആ സ്ത്രീ നിന്നെയും കൂടിയും കൊല്ലാൻ വേണ്ടി നടക്കുന്ന കാണുന്നില്ല, വേഗം അവരെ അറക്കുന്നത്. അപ്പം വിഷ്ണു എന്ത് ചെയ്തു, സുദർശന ചക്രം കൊണ്ട് ആ സ്ത്രീയുടെ കഴുത്തം കറന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആര് വരുന്നത്, ഭൃഗു തിരിച്ചു വരുന്നത്. ഭൃഗു വന്നപ്പോൾ കണ്ടത് ഇതാണ്. അപ്പം ഭൃഗു ശപിച്ചു ആരെ, വിഷ്ണുവിനെ, നീ എപ്പോഴും മനുഷ്യനായി, കാരണം നീ ഒരു പാപം ചെയ്തിരിക്കുകയാണ്, സ്ത്രീയെ വധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ എപ്പോഴും ഭൂമിയിൽ ജനിക്കേണ്ട അവസ്ഥ വരട്ടെ എന്ന്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, എന്തിനാണ് വിഷ്ണു ജനിക്കുന്നത്, അസുരന്മാരെ കൊല്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു ശാപം കൊടുക്കൂ, കാരണം ശുക്രാചാര്യ ഭൃഗു നീ ഇടക്ക് വന്ന് അസുരന്മാരെ കൊല്ലുന്നുള്ളൊരു ശാപം കൊടുക്കൂ. അല്ല, കഥയിൽ അങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിന്റെ അർത്ഥം എന്താണ്, അസുരന്മാർ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും, അവന്മാരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെയും ജനിക്കും. അപ്പൊ അസുരന്മാർ പെരുകി പെരുകി വരുമ്പോൾ, നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ വിഷ്ണു വന്നിട്ട് എന്ത് ചെയ്യും, ഇവന്മാരെ കൊല്ലും. അതായത് നാട്ടിൽ അധർമ്മം പെരുകുമ്പോൾ വിഷ്ണു വരേണ്ടി വരികയാണ്. എന്നിട്ട് കൊന്നിട്ട് എന്ത് ചെയ്യും, ധർമ്മം സ്ഥാപിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും, പിന്നെയും ജനിച്ചു വരും അസുരന്മാർ, കൂടി കൂടി വരും. പിന്നെയും വിഷ്ണുവിന്റെ സ്ഥിരം ജോലിയാണ് ഇടക്കിടക്ക് എന്തുണ്ടാകേണ്ടത്, ഈ യുദ്ധം. അതുകൊണ്ടാണ് പുരാണ കഥകളെ എപ്പോഴും എന്താണ്, യുദ്ധമാണ്. ആ ദ്വരന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ പല അസുരന്മാര് ഓരോ യുഗത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം കൊണ്ട് തന്നെയാണ് ഈ ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് ചില വ്യക്തികള് അവതരിക്കുന്നുണ്ട്. അത് തന്നെയാണ് വിഷ്ണു. അല്ലാതെ കഥയിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഒരു യുഗം സ്ഥാപിക്കും, കുറച്ച് കഴിയുമ്പോൾ അസുരന്മാരെല്ലാം കയറിയിട്ട് നാട് കുട്ടിച്ചോടാക്കും. അപ്പോൾ അവിടെ ഒരു വലിയൊരു നിമിത്തത്തിലൂടെ അതിനെയെല്ലാം തച്ചില്ലാതാക്കും, എന്നിട്ട് പുതിയൊന്ന് സ്ഥാപിക്കും, പിന്നെയോ അതങ്ങനെ പോകും. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. പ്രകൃതിയുടെ പോക്ക്, മുന്നോട്ടേക്കുള്ള പോക്ക് ഇങ്ങനെ അധർമ്മത്തെ ഇല്ലാതാക്കി കൊണ്ടുകൊണ്ടാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. എല്ലാവരും അസുരന്മാരെ കൊല്ലാൻ വേണ്ടി നീ ഇടക്ക് വാങ്ങുന്നുള്ള ഒരു ശാപം ആര് കൊടുക്കില്ല, ഭൃഗു കൊടുക്കില്ല. പക്ഷെ പ്രപഞ്ച നിയമങ്ങൾ ഇങ്ങനെ ഒരു കഥയിലൂട്ടം പറയുകയാണ്. എന്നിട്ട് ഭൃഗു എന്ത് ചെയ്തു, തന്റെ ശക്തിയാല് ഭാര്യനെ ജീവിപ്പിച്ചു. അതായത് ഭൃഗു ഉണ്ടെങ്കിൽ എന്തുണ്ട്, ഭാര്യയുണ്ട്. കാരണം ദ്വയമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഒന്നായിട്ട് നിലനിൽക്കാൻ പറ്റും. ഈ ഭൃഗു ഭാര്യയിൽ എന്താണ്, പ്രപഞ്ച സൃഷ്ടി സമയത്തുള്ള ചില പ്രതിഭാസങ്ങളാണ്. അതെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് കാണാം. ഇപ്പോൾ ഭാര്യയും ഭർത്താവ് എന്ന നിലയിലേക്ക് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സയൻസേ ഉള്ളത്, ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
മറ്റേത് ജീവിക്കും. ഫലത്തിൽ എന്താണ്? അസുരന്മാരെ കൊല്ലുന്നുണ്ടെങ്കിൽ ദേവന്മാരെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇതൊന്നും തോക്കുന്നുണ്ടെങ്കിൽ ജയിക്കുന്നുണ്ടെങ്കിൽ എല്ലാം എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്മൂലനം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ദ്രൻ എന്ത് ചെയ്തു? അപ്പൊ ആ വഴിയിൽ ഇന്ദ്രന്റെ പൊളിഞ്ഞു. ഇന്ദ്രനാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട് ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ദ്രൻ പിന്നെ ഒരു വഴി ചെയ്തു. ഇന്ദ്രനൊരു മകളുണ്ട്, ജയന്തി. ഇന്ദ്രനെന്ന് പറഞ്ഞു, ജയന്തിയോട് പറഞ്ഞു നീ പോയിട്ട് ശുക്രാചാര്യരുടെ തപസ് മുടക്കുന്നു. ഏതുപോലെ മറ്റേ ഒരു സിനിമയിലുണ്ടായിരുന്നുവല്ലോ, ഗോഡ് ഫാദറിനാണ് സ്ത്രീനെ വിട്ടുന്ന. അതുപോലെ തന്നെ ഇത് എല്ലാ കാലത്തും ഉള്ള കാര്യം തന്നെ. കാരണം ഇവിടെ പറയുന്ന തത്വം എന്താണ്? ശുക്രാചാര്യ തപസ് ചെയ്യുമ്പോൾ മുടക്കാൻ വേണ്ടി ഒരു സ്ത്രീനെ പറഞ്ഞിട്ടാണ്. അതായത് ഏത് നാട്ടിലും മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു കർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം തടസ്സം വരുന്നത് സ്ത്രീ എന്ന് പറയുമ്പോൾ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നതാണ്. അതുകൊണ്ടാണ് പല നേതാക്കന്മാരെ നല്ല വ്യക്തികളെ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് നോക്കുന്നത്? പെണ്ണ് കേസ് പിടിപ്പിക്കാൻ നോക്കുന്നത്. അത് ഇന്നും ഉള്ളതാണ്, അന്നും ഉള്ളതാണ്, എപ്പോൾ ഉള്ളതാണ്. പെണ്ണിനെ വെച്ചുകൊണ്ടുള്ള കളി. കാരണം പഠിക്കേണ്ട കാലത്ത് ഒരാൾ മര്യാദയ്ക്ക് പഠിക്കേണ്ട സമയത്ത് പെമ്പിള്ളേരെല്ലാം പിന്നാലെ തിരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പഠിപ്പ് പോകും. അപ്പോൾ എല്ലാവരുടെ കർമ്മത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ഈ സ്ത്രീ അല്ലെങ്കിൽ സുഖഭോഗ വസ്തുക്കൾ. സ്ത്രീ എന്ന് മാത്രം എടുക്കണ്ട. ഒരു സ്ത്രീയായിട്ട് പറയുമ്പോൾ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് ഈ നമ്മുടെ കർമ്മത്തിന് തടസ്സമാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതും ഒരു ശാസ്ത്ര തത്വമാണ്. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? മകളെ പറഞ്ഞുകൊണ്ട് മകളെ ശരിയെന്നും പറഞ്ഞ് ശുക്രാചാര്യ പോയി അവിടെ പരിചരിച്ചു. ശുക്രാചാര്യ തപസ്സെല്ലാം കഴിഞ്ഞ് മൃതസഞ്ജീവിനി മന്ത്രമെല്ലാം കിട്ടിയതിന്റെ ശേഷം നോക്കുമ്പോഴാണ് അടുത്ത ഒരാൾ എന്നിട്ട് പരിചരിക്കുന്നത്. അപ്പൊ ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ പരിചരിക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞ് അല്ല ഇഷ്ടം കൊണ്ട് അല്ല പരിചരിക്കുക. അപ്പം ചോദിച്ചാൽ നീ ഏതായാലും പരിചരിച്ചല്ലോ, നിനക്ക് എന്താ വരപ്പുണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ എന്നെ കല്യാണം കഴിക്കണം. ഓ ശരി, എന്നാ പിന്നെ കല്യാണം കഴിച്ചു. അപ്പോഴേ 1000 വർഷം തപസ് ഇരുന്നിട്ട് പിന്നെ മരയെല്ലാം നേടിയിട്ട് അപ്പൊ എന്ത് പറ്റുന്നില്ല? അയാളെ തപസ് മുടക്കാനൊന്നും ഇന്ദ്രൻ വിചാരിച്ചിട്ട് അവിടെയും നടക്കുന്നില്ല. ഇന്ദ്രൻ അവിടെയും പരാജയപ്പെട്ടു. പോരാതെ മോളാക്കയുടെ ഭാര്യയുമായി. അത് തന്നെയാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത് തന്നെയാണല്ലോ. അപ്പോൾ അത് പ്രേമത്തിന്റെ വേറൊരു വശം കൂടി പറയുകയാണ്. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതിലും ഇന്ദ്രൻ പരാജയപ്പെട്ടു. പിന്നെ ഇന്ദ്രൻ ആലോചിച്ചു ഇനി എന്താ വഴിയുന്നത്. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? ബൃഹസ്പതിയോട്, അതായത് ഇവരുടെ ഗുരുവോട്, ശുക്രാചാര്യന്റെ ഓപ്പോസിറ്റാണ് ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി. ബൃഹസ്പതിയോട് എന്ത് പറഞ്ഞു? ശുക്രാചാര്യരുടെ വേഷം ചെന്നിട്ട് അസുരന്മാരുടെ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ ശുക്രാചാര്യരുടെ വേഷവും കിട്ടിയിട്ട് അസുരന്മാരുടെ അടുത്ത് ചെന്നു. അപ്പൊ അസുരന്മാരുടെ അടുത്ത് നിന്ന് ശുക്രാചാര്യർ പോയിട്ട് കുറെ കാലമായി. കാരണം മൃതസഞ്ജീവിനി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് തിരിച്ചു വരുന്ന സമയപ്പോഴൊക്കെ എന്ത് പറ്റിയത്? ജയന്തിനി കല്യാണം കഴിച്ച് ആശം വേറൊരിടത്തിലായിപ്പോയി, ഇങ്ങോട്ട് വന്നില്ല, അതിന്റെ പിന്നാലെ പോയി. അപ്പോഴാണ് ഈ ശുക്രാചാര്യ, അപ്പൊ ശുക്രാചാര്യ തിരിച്ചു വന്നതെന്ന് വെച്ചിട്ട് ഇവർ അങ്ങേരൊക്കെ എഴുതിയിട്ട് എല്ലാ സേവനവും ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ശുക്രാചാര്യ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ തന്റെ കസേലയിൽ ആരിയിരിക്കുന്നു? വേറെ തന്നെ ഇരിക്കുന്നു. അപ്പം കുറെ ചീത്ത പറഞ്ഞു. അപ്പോൾ അനുയായികൾ വിചാരിച്ചത്, അസുരന്മാരും എന്ത് വിചാരിച്ച്, ഈ വന്നിരിക്കുന്നതൊക്കെ അവിടെ വേഷം കെട്ടിയവനാണെന്ന് മറ്റേ അങ്ങേരെ കുറെ തെളിയും പറഞ്ഞു. ഇത് കേട്ടപ്പോ ശുക്രാചാര്യനെ ശപിച്ചു. എന്ത്? നിങ്ങൾ നശിച്ചു പോകട്ടെ. ശുക്രാചാര്യ തന്നെ അസുരനെ അവരുടെ ശിഷ്യന്മാരെ ശപിക്കുകയാണ്, നിങ്ങൾ നശിച്ചു പോകട്ടെ. അപ്പോഴാണ് അസുരന്മാർക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ സമയം എന്തായിപ്പോയിരുന്നു? ശാപമല്ല ഏറ്റുപോയിരുന്നു. ഇവിടെയും പറഞ്ഞു വെക്കുന്ന എന്താണ്? ശുക്രാചാര്യൻ എന്ന് പറഞ്ഞാല് സുഖഭോഗ വസ്തുക്കൾ, നമ്മളെ ശുക്രദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഖഭോഗ വസ്തുക്കളുടെ പിന്നാലെ ആടിപ്പാടി സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അതിനുവേണ്ടിയാണ് ഈ അസുരന്മാർ എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നത്. അങ്ങനെ ഒരാൾ അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സത്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അതാണ് ശുക്രാചാര്യൻ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, തെറി പിടിക്കുകയെല്ലാം ചെയ്തു. അപ്പോൾ സത്യം തിരിച്ചറിയാൻ പറ്റാതെ വരും. നമ്മൾ സുഖിച്ചങ്ങനെ നടക്കുമ്പോൾ ലോകത്തിന്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? നമ്മൾ നശിക്കും, അസുരര് നശിക്കും. ഈ അസുരര് എപ്പോഴും സുഖഭോഗങ്ങൾ, അധികാരങ്ങൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കുറുക്കു വഴിയിലൂടെ ഓടിപ്പിടിച്ച് നടന്ന് സുഖിക്കുന്നവരാണ്. അവരുടെ നാശം എന്ത് തന്നെ കൊണ്ട് തന്നെ സംഭവിക്കും?
ആ ശുക്രന്റെ കൊണ്ട് തന്നെ സംഭവിക്കും. അപ്പോൾ ശുക്രദശ നമുക്ക് സുഖഭോഗ വസ്തുക്കൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരുമെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു നാശം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ശുക്രനെ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല, നമ്മളതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ശുക്രന്റെ വേറൊരു മുഖമാണ് അത്. അതുകൊണ്ടാണ് ഇതെന്തായിട്ട് പറയുക, ബൃഹസ്പതി കഥയിൽ എന്താക്കി ചിത്രീകരിച്ചു, ബൃഹസ്പതി വേഷം മാറി ശുക്രാചാര്യക്ക് വന്നു എന്ന് പറഞ്ഞു. അതായത് ഈ അസുരന്മാരുടെ നാശം ബൃഹസ്പതിയിലൂടെ, ഇന്ദ്രന്റെ തന്ത്രത്തിലൂടെയാണ്. എന്താണ് തന്ത്രം? നീ സൂഹിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നീ നശിക്കും. അതായത് വാളെടുത്തവൻ വാളാൽ നശിക്കുന്നതിനുള്ളതിന്റെ വേറൊരു രൂപത്തിലുള്ള അവതരണമാണിത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ജനം എല്ലാത്തിന്റെയും പിന്നാലെ ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖഭോഗങ്ങള്, അധികാരങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ശുക്രൻ നല്ല നിലയിൽ നിൽക്കുമ്പോൾ എന്ത് പറ്റും? ഇതെല്ലാം കിട്ടും. അതിന്റെ പിന്നാലെ അവർ അതിൽ മുഴുകിയിരിക്കും. അപ്പൊ ലോകത്തിന്റെ മറുവശത്ത് നടക്കുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ അധർമ്മികൾക്ക് അസുരന്മാരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ആൾക്കാർ കിട്ടുന്ന സുഖം വെച്ച് ഉപയോഗിക്കുന്നതിൽ അതിന് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ അധർമ്മികളായ അസുരന്മാര്, അവർക്ക് അനർഹമായത് ലഭിച്ച് അധികാരങ്ങളെല്ലാം കിട്ടി അങ്ങനെ സൂക്ഷിച്ച് നടക്കുമ്പോൾ ഒന്ന് ഓർത്തോളണം, അവരുടെ നാശം അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നാട്ടിലെന്ത് പറ്റും? അസുരന്മാര് നശിക്കുക തന്നെ ചെയ്യും. അവരുടെ കർമ്മം കൊണ്ട് തന്നെയാണ് നശിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം അവർക്ക് സത്യത്തെ തിരിച്ചറിയാൻ പറ്റും. ശുക്രാചാര്യ, ശരിയായ ശുക്രാചാര്യർ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സുഖമെല്ലാം ഉണ്ടാകുന്നെങ്കിലും അത് മാന്യമായിട്ട് ഉപയോഗിക്കണം. അല്ലാതെ അതിൽ മത്തുപിടിച്ച് ജീവിച്ചു പോയാൽ നിന്റെ നാശം അതുകൊണ്ട് തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, മൃതസഞ്ജീവനിയായിട്ട് തിരിച്ചു വന്നോളുന്നുണ്ട്. ഇവർ ചത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ശുക്രാചാര്യന്മാരെ ജയിപ്പിക്കും. ഇയാളെ ശാപം കൊണ്ടാണ് ചാവുന്നുണ്ടെങ്കിലും പിന്നെയും ശുക്രാചാര്യന്മാർ ഇങ്ങനത്തെ കുറെ എണ്ണത്തിന് സൃഷ്ടിച്ചു വിടും ഈ ലോകത്തിൽ. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്ന, അനർഹമായതെല്ലാം അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന അസുരന്മാരെ സൃഷ്ടിച്ചു വിടും. അത് നാട്ടിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ഈ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ ജോലിയാണ് എന്ത്? ഇടക്ക് വന്നിയന്മാരെ കൊല്ലല്. ഇതാണ് പ്രകൃതിയുടെ പിന്നിലുള്ള ഒരു നിയമം. പ്രകൃതിയിൽ ഒരിക്കലും നല്ല സ്ഥിതി ഉണ്ടായ, വ്യവസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ലത് തന്നെയാണ്. പക്ഷെ കുറച്ച് കാലം അങ്ങോട്ടെത്തും അസുരന്മാരും പിടിച്ചു വലിക്കാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എല്ലാം പെരുകിയിട്ട് അവർ ആധിപത്യത്തിലേക്ക് വരും. ഇതൊരു ലിമിറ്റ് എത്തുമ്പോൾ വിഷ്ണു വന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ വിഷ്ണു അതേമാതിരി ഉടുത്തൊളിഞ്ഞ് വരികയല്ല. കാലം എന്ത് ചെയ്യും? ഇവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ടേ പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കും. ആ സിസ്റ്റം ഉണ്ടാക്കാനും കുറച്ച് കഴിയുമ്പോൾ എന്താവും? അത് നശിച്ച് പിന്നെയും ഇവന്മാരുടെ കൈമപ്പെടും. പിന്നെയും ഇതിനെ കൊല്ലും. കാരണം ഇവന്മാർ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ജനിപ്പിക്കുന്നത് മൃതസഞ്ജീവനി. അതായത് ഒരു കള്ളം മരിച്ചു കഴിഞ്ഞാൽ 10 കള്ളന്മാർ ഉണ്ടാവുന്നുള്ളൂ. ഒന്നാണ് സാധാരണ ഉണ്ടാകുന്ന മൃതസനെ അതിനെ തന്നെ ജയിപ്പിക്കുന്നത്. ഇത് പിന്നെയും ഒരു 10 ഇരട്ടിയായിട്ട് ജനിക്കുന്നുള്ളതിൽ വേറെ പറഞ്ഞാൽ മതി. ചില കഥകളിലെല്ലാം ഒരാൾ മരിക്കുമ്പോൾ എന്ത് പറ്റുന്നത്? 10 വേറെ വരുന്നതെല്ലാം കാണിച്ചത് ആ രൂപത്തിൽ ചിന്തിച്ചാൽ മതി. ഇവിടെ ലോകത്തിലുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവർ വ്യക്തമാക്കി തരുന്നത്. ചുരുക്കത്തിൽ എപ്പോഴും ധർമ്മയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദേവന്മാരും അസുരന്മാരും, നല്ല ആൾക്കാരും ഈ ശുക്രന്റെ ബന്ധമായിട്ട് സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി ആർത്തി പിടിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം, അധികാരം പിടിച്ചെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം പെരുകി വരും. അവർ ഒരാൾ ചാകുകയാണെങ്കിൽ 10 മൃതസഞ്ജീവനോട്ട് വരും. പക്ഷെ എന്തില്ല? നല്ല ആൾക്കാരില്ല. നല്ല ആൾക്കാർ ഒരാളിപ്പം ഗാന്ധിജി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ഗാന്ധിജി ഒന്നും നമ്മളെ അറിവിൽ പിന്നെ ഒരു ഗാന്ധിജി ജനിച്ചിട്ടില്ല. എന്നാലും കള്ളന്മാരെ പിടിച്ചു വലിക്കാൻ ഒരാൾ മരിച്ചാൽ അതിനെക്കാട്ടി വില്ലന്മാർ അടുത്ത പ്രാവശ്യം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രകൃതി സത്യം, ഇതൊരു പ്രകൃതി തത്വമാണ്. ഈ തത്വം അസുരന്മാർ പെരുകി ഒരു സ്ഥലത്തെത്തുമ്പോൾ വിഷ്ണു വന്നിട്ട്, വിഷ്ണു എന്ന് പറഞ്ഞ ആ രൂപത്തിൽ എടുക്കരുത്, കാലമന്തിയെയും ഒരു സഹിക്കാൻ പറ്റാതെ അവസ്ഥ വരുമ്പോൾ ഇവരെ തച്ചുടച്ചിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കും. പിന്നെയാണ് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇത് തന്നെ നടക്കും. ഇതാണ് പ്രകൃതി നിയമം, പ്രധാനപ്പെട്ട നിയമം. ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ആര്? സ്ത്രീകളെ. കാരണം സ്ത്രീകളെ വെച്ചാണ് ഒരാൾ കർമ്മത്തിന് ഇതും ഒരു തടസ്സമായി വരുന്നുണ്ട് എന്നുള്ള പശു അവിടെ വ്യക്തമാക്കി വരുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ അവസ്ഥകളെ, വ്യത്യസ്ത അവസ്ഥകളെ, അല്ലെ ലോകത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരികയാണ് ഈ കഥയിലൂടെ.